ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അപ്പോൾ നമ്മുടെ രാധികാമ്മ ഗീതുവിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. എടി ഗീതു, നീ നോക്കിക്കോ, നീയേ ഓരോരോ കാര്യങ്ങളിൽ ജയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് കരുതി അധികം അഹങ്കരിക്കണ്ട. നീ ഓരോ കാര്യത്തിൽ വിജയിക്കുമ്പോഴും നിന്റെ നാശം അതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ട്. ഈ രാധിക അടങ്ങിയിരിക്കില്ല. നിനക്കിനി ഉറക്കമില്ലാത്ത നാളുകളായിരിക്കും. ഈ രാധികയെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല, മനസ്സിലായോടി? എന്നോട് കളിക്കാൻ വന്നാലേ കളി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കും. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നും പറഞ്ഞ് മുഷ്ടി ചുരുട്ടി രാധിക അങ്ങ് പോവുക. രാധിക പോയി കഴിയുന്ന ഗീതു, ഇവരെന്താ ഈ പറയുന്നേ? ഞാൻ എവിടെ ജയിച്ചു എന്ന് ഇവർ പറഞ്ഞു വരുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. എന്തായിരിക്കും അവർ ഉദ്ദേശിച്ചത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും രേഖ വരിക. അല്ല രേഖേച്ചി, ഈ രാധികാമ്മ പറഞ്ഞല്ലോ ഞാൻ ജയിച്ചു എന്ന്. ഏതിനാ ഞാൻ ജയിച്ചത്? അതിന് ഞാൻ ജയിച്ചിട്ടില്ലല്ലോ രേഖേച്ചി. എടി പൊട്ടി, രാധികാമ്മ ഇപ്പോഴും കരുതിയിരിക്കുന്നത് നീ പ്രഗ്നൻ്റ് ആണെന്നാ. ആ അതെ, നീ പ്രഗ്നൻ്റ് ആണെന്നാ. അതുകൊണ്ടാണ് രാധികാമ്മ ഇപ്പം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് നീ ജയിച്ചു എന്ന്. എന്തായാലും അങ്ങനെ പറഞ്ഞത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. രാധികാമ്മയുടെ മനസ്സിൽ നീ പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, ആ ചിന്ത മായ്ച്ചു കളയാനൊന്നും നിൽക്കണ്ട. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അത്ര പെട്ടെന്നൊന്നും അവർക്ക് നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല. പിന്നെ എന്തൊക്കെയായാലും രാധികാമ്മ നിന്നെയും ഗോവിന്ദേട്ടനെയും തമ്മിൽ തെറ്റിക്കാനും അകറ്റാനും പല വഴികളും നോക്കും. അതൊക്കെ നമ്മൾ മനസ്സിലിട്ടുകൊണ്ട് വേണം ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ. അറിയാലോ രാധികാമ്മയുടെ സ്വഭാവം, ഭയങ്കര കച്ചറ സ്വഭാവമാണ്. എന്തൊക്കെയായാലും സൂക്ഷിക്കണം. അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം രേഖേച്ചി പേടിക്കൊന്നും വേണ്ട. അല്ല, രേഖേച്ചിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വരുണേട്ടൻ ഇപ്പോഴും സ്നേഹത്തിൽ തന്നെയാണോ? എനിക്കതൊന്നും വലിയ വിശ്വാസമില്ല ഗീതു. കാരണം വരുണേട്ടൻ്റെ സ്നേഹം ആത്മാർത്ഥമാണോ ഇല്ലെങ്കിൽ അത് കള്ളമാണോ എന്നൊക്കെ എനിക്കൊന്ന് പഠിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് മാറാൻ പറ്റുമോ? ഇപ്പോൾ എന്നെ തേനേ പാലേന്നും പറഞ്ഞു കൊണ്ട് നടക്കുക. അതിൻ്റെ പിന്നിൽ ഗോവിന്ദേട്ടനാണെന്നുള്ള സംശയം എനിക്ക് ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദേട്ടൻ എന്തോ പറഞ്ഞ് വരുണേട്ടനെ പേടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വരുണേട്ടൻ ഇപ്പോഴും എൻ്റെ പിന്നാലെ തന്നെ നടക്കുന്നത്. പക്ഷേ ഞാനിനി നിങ്ങളുടെ പഴയ പരിപാടി എടുക്കാൻ പോവുക. എന്ത് പരിപാടി? അല്ല, നിങ്ങൾ പണ്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് രണ്ടുപേരും നല്ല സ്നേഹത്തിലായിരുന്നല്ലോ, മുറിക്കുള്ളിൽ കീരിയും ബാബും. അതേപോലെ തന്നെയായിരിക്കും ഇനി ഞാനും വരുണേട്ടനും. എല്ലാവരെയും കാണിക്കാൻ ഞാൻ വരുണേട്ടനെ സ്നേഹിക്കും. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഇതുപോലൊരു പെണ്ണ് ലോകത്തുണ്ടാവില്ല. അതിനുശേഷം മുറിയിലെത്തിയാൽ വരുണേട്ടൻ്റെ തനി സ്വരൂപം ഞാൻ മനസ്സിലാക്കും. എൻ്റെ തനി സ്വരൂപം വരുണേട്ടനെ കാണിക്കുകയും ചെയ്യും. ഈ രേഖ ആരാണെന്ന് വരുണേട്ടനെ അറിയില്ല ശരിക്ക്. എന്തോ കാണിച്ച് ഗോവിന്ദേട്ടൻ പേടിപ്പിച്ചതുകൊണ്ടും ഭീഷണിപ്പെടുത്തിയതുകൊണ്ടും മാറിയ സ്നേഹം എനിക്ക് വേണ്ട ഗീതു. അതുകൊണ്ട് എന്തായാലും വരുണേട്ടനെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വരുണേട്ടൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് തോന്നിയാൽ ആ നിമിഷം ഞാൻ മാറും. പക്ഷേ വരുണേട്ടൻ്റെ സ്നേഹം ആത്മാർത്ഥമല്ല, ഗോവിന്ദേട്ടൻ്റെ തീരുമാനമാണെന്നെങ്ങാനും ഞാൻ കണ്ടുപിടിച്ചാൽ പിന്നെ വരുണേട്ടന് ഒരു ആയുസുമില്ല എന്നൊക്കെ പറയുക. മതി, സമാധാനമായി രേഖേച്ചി, എനിക്ക് ഇത്രയും കേട്ടാൽ മതി. ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു രേഖേച്ചി. ഞാൻ വരുണേട്ടനെ എടുത്തോ പിടിച്ചോന്ന് സ്നേഹിക്കുമെന്ന് ഓർത്ത്. പക്ഷേ വേണം, പെണ്ണുങ്ങൾ അത്ര പെട്ടെന്നൊരു സ്നേഹത്തിന് മുൻപിൽ വീണു പോകരുത്. ഒരാൾ സ്നേഹം കാണിച്ചു വരുമ്പോൾ അത് ആത്മാർത്ഥമായ സ്നേഹമാണോ ഇല്ലെങ്കിൽ അത് വെറും കള്ളമാണോ കപടമാണോ എന്നൊക്കെ അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രമേ ഒരാളെ കണ്ണുടച്ച് വിശ്വസിക്കാവൂ. അല്ലാതെ എടിപിടിയുന്ന ഒരാളെ സ്നേഹിച്ച് നമ്മൾ ആപത്തിൽ ചെന്ന് ചാടരുത്. എനിക്കറിയാം മോളെ, നീ ധൈര്യമായിട്ടിരിക്കുകയും അങ്ങനെയൊന്നും എനിക്ക് സംഭവിക്കില്ല. ഞാൻ നോക്കിക്കോളാം, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ്. ഗോവിന്ദ് കണ്ണാടി നോക്കി സൗന്ദര്യമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഗീതു വരികയാണ്. അപ്പോൾ ഗോവിന്ദ് കണ്ണാടി നോക്കിയപ്പോൾ തൻ്റെ മുടി ഒരെണ്ണം നരച്ചിരിക്കുന്നു. ഈശ്വര, അവൾ കാണുന്നതിന് മുമ്പ് ആ മുടി അങ്ങോട്ട് പറിച്ചെടുക്കാം എന്നും പറഞ്ഞ് കണ്ണാടിയിൽ ഒത്തു നോക്കി മുടി അങ്ങൊരൊറ്റ പറിച്ചെടുത്തതിന് ശേഷം ആ മുടിയിലോട്ട് നോക്കിയിട്ട്, എന്നെ ചെറുപ്പമാക്കാമെന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ മുടിയിൽ കയറിയിരുന്ന് വെളുത്തിരിക്കുവാണല്ലോ നീ. നിന്നെ ഞാൻ ശരിയാക്കി തരാടാ എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചങ്ങോട്ടൊരു ഒറ്റ ഏറ്. അപ്പോഴേക്കും ഗീതു വന്നു. എന്താ കണ്ണേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല ഗീതു. ഉറങ്ങാൻ പ്ലാനൊന്നുമില്ലേ? ഇല്ല, വലിയ പ്ലാനൊന്നുമില്ല എന്ന് ഗോവിന്ദ് പറയുക. അത് കേട്ടതും എന്നാലേ എനിക്കുണ്ട്. നാളെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഓഫീസിൽ പോയി എല്ലാ വർക്കുകളും തീർത്തതിന് ശേഷം ഉച്ചയ്ക്ക് നമുക്ക് ഒരിടം വരെ പോകണം. എവിടെ? അത് ഒരു ഡോക്ടറെ കാണാൻ. ഡോക്ടറെയോ? എന്തിന്?
നല്ലൊരു ഡോക്ടറെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. രഞ്ജുവിൻ്റെ അസുഖം മാറ്റിയെടുക്കുന്ന ഒരു ഡോക്ടർ. ആ ഡോക്ടറിനെ കണ്ട് രഞ്ജുവിൻ്റെ അസുഖം നമ്മൾ എങ്ങനെയെങ്കിലും ഭേദമാക്കണം. അതിനു വേണ്ടിയാണ് കാണാൻ പോകുന്നത്. അത് കേട്ടതും എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല ഗീതു. കാരണം ഡോക്ടർ വിചാരിച്ചാലൊന്നും നടക്കില്ല. രഞ്ജുവിൻ്റെ അസുഖം ഇനി മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം സത്യം. ഇല്ല കണ്ണേട്ടാ, ഇതൊക്കെ കണ്ണേട്ടൻ്റെ വെറും തോന്നല. ഞാൻ പറയുന്നത് സത്യം. കണ്ണേട്ടൻ നോക്കിക്കോ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും രഞ്ജുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ആ ഡോക്ടർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിനക്കെങ്ങനെ ആ ഡോക്ടറിനെ അറിയാം? അത് ഞാൻ ഈ യൂട്യൂബ് വഴി കണ്ടതാ. എന്തായാലും അങ്ങനെ കണ്ടതുകൊണ്ട് ആ ഡോക്ടർ നല്ല ഡോക്ടറായിരിക്കും. നമ്മളൊന്ന് പോയി കണ്ട് പരിചയപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. നാളെ രഞ്ജുവിനെയും കൂട്ടി നമുക്കൊന്ന് അവിടം വരെ പോവാം. അത് കേട്ടത് ഗോവിന്ദ് ഇങ്ങനെ ആലോചിക്കുക, ഈശ്വര, അങ്ങനെ രഞ്ജുവിനെയും കൂട്ടി ഞാൻ പോയാൽ രഞ്ജു എൻ്റെ അനിയത്തിയാണെന്നുള്ള കാര്യം ഇവളറിയും. അത് വേണ്ട, ഞാൻ രഞ്ജുവിനെയും കൂട്ടി ഒറ്റയ്ക്ക് പോകാൻ എന്താ ഒരു മാർഗം എന്നാലോചിക്കുക. എന്താ കണ്ണേട്ട് ആലോചിക്കുന്നേ? നാളെ നമുക്ക് പോകാമല്ലോ അല്ലേ? പോകാം. പക്ഷേ നീ ആ നമ്പറും തന്നെ, ഡോക്ടറിനോട് എനിക്കൊന്ന് സംസാരിക്കണം. അതെന്തിനാ? നാളെ നമ്മൾ രണ്ടുപേരും കൂടിയല്ലേ ഡോക്ടറെ കാണാൻ പോകുന്നേ. പിന്നെ എന്താ പ്രശ്നം? നീ വരണ്ട ഗീതു, ഞാൻ രഞ്ജുവിനെയും കൂട്ടി പോയിക്കോളാം. അപ്പം ഞാൻ വരുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണോ? ഈ കണ്ണേട്ടൻ്റെ മനസ്സിൽ ഞാനെങ്ങാനും കൂടെ വന്നാൽ രഞ്ജു രഞ്ജു കണ്ണേട്ടൻ്റെ അനിയത്തിയാണെന്നുള്ള വിവരം ഞാൻ അറിയുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്നാൽ പിന്നെ ഞാൻ വരുന്നില്ല. കണ്ണേട്ടൻ്റെ അമ്മയും കൂട്ടിപ്പോ. അമ്മയോ? ഏതമ്മ? ഓ, ഞാൻ ഉദ്ദേശിച്ചത് വിജയലക്ഷ്മി അമ്മയാ. നീ എന്തിനാ അവരുടെ കാര്യം എടുത്തിടുന്നേ? ഞാനത് പറഞ്ഞു എന്ന് കരുതി എന്താ കണ്ണേട്ടാ കുഴപ്പം? വിജയലക്ഷ്മി അമ്മ ഒരു പാവാ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ തമ്മിലുള്ള ദേഷ്യം മാറിയതല്ലേ? വിജയലക്ഷ്മി അമ്മയോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ഞാൻ കണ്ടാണല്ലോ. അത് കേട്ടതും അതൊന്നും മനസ്സ് തുറന്ന് സംസാരിച്ചതല്ല. അവരോട് ചില കാര്യം ഞാൻ സീരിയസ് ആയിട്ട് സംസാരിച്ചതാ. എന്തായാലും ഇനി അവരെക്കുറിച്ച് നീ പറയണ്ട. എന്തിനാ കണ്ണേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതൊരു പാവം അമ്മയല്ലേ. ഇനി അമ്മയായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ അമ്മായി അമ്മയായിട്ട് കാണ്, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നും ഗീതു. അത് കേട്ടതും ഓഹോ, ഗീതു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എനിക്കിഷ്ടമില്ലാത്തവരുടെ പേര് നീ എന്നോട് വിളിച്ച് പറയരുത്. ശരി, ഞാൻ പറയുന്നില്ല. എന്നാൽ പിന്നെ നാളെ നമുക്ക് പോകാം. അതിന് റെഡിയാകാൻ പറ്റുമോ? ശരി, ഞാൻ എങ്ങോട്ടാന്ന് വെച്ചാൽ വന്ന് തൊലയാം. എനിക്കിപ്പോൾ ഇത്തിരി നേരം ഉറങ്ങണം. എന്നാൽ പോയി കിടന്നുറങ്ങിക്കോ. അപ്പോൾ ഗോവിന്ദ് ദേഷ്യപ്പെട്ട് ഇവളോടൊരു കാര്യം എൻ്റെ മനസ്സിലെ പ്രണയം പറയാമെന്ന് വിചാരിക്കുമ്പോൾ ഇവൾ വേറെ ഏതെങ്കിലുമൊക്കെ കാര്യം എടുത്തിട്ടുണ്ട് വരുവാണല്ലോ എൻ്റെ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ കിടക്കുക. ഈ സമയം ഗീതു അങ്ങ് മാറി നിന്ന് വിജയലക്ഷ്മിയെ ഫോൺ വിളിക്കുകയാണ്. ഹലോ അമ്മേ. എന്താ മോളെ? അമ്മേ, എനിക്ക് അമ്മയോടൊരു കാര്യം പറയണ്ടായിരുന്നു. എന്തു പറ്റി? നാളെ ഒരു 4 മണിയാകുമ്പോൾ അല്ല ഒരു 2 മണിയാകുമ്പോൾ അമ്മ ഞങ്ങളോടൊപ്പം വരണം. 2 മണിക്കോ? എങ്ങോട്ടാ മോളെ? അത് ഒരു ഹോസ്പിറ്റലിലേക്കാണ്. രഞ്ജുവിനെ കാണിക്കാനാ. ഞാനും കണ്ണേട്ടനും അമ്മയും രഞ്ജുവും ഒക്കെ എല്ലാവരും കൂടെ പോവാം. അത് കേട്ടതും അത് വേണോ മോളെ? അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? ഇത്ര കഷ്ടപ്പെട്ട് അമ്മയും മകനെയും ഒന്നിപ്പിക്കാമെന്ന് കരുതിയപ്പോൾ അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നേ? അത് പിന്നെ മോളെ, നാളെ എനിക്ക് വേറൊരു അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. അവരെ പോയി കാണണം. അത് മിസ്സാക്കാൻ പറ്റാത്തൊരു അപ്പോയിൻമെൻറ്റാണ്. അത് കേട്ടതും ആരെ അമ്മേ? അമ്മയ്ക്ക് ഇത്രയും പ്രാധാന്യമായിട്ട് കാണാനുള്ളത്? ആരാണെങ്കിലും അമ്മയുടെ മോനും മോളെക്കാളും പ്രാധാന്യമാണോ എന്നൊക്കെ ചോദിക്കുക. അല്ല, എന്നാലും അല്ല മോളെ, എപ്പോഴാണ് നമ്മൾ വരേണ്ടത്? അമ്മ ഒരു 2 മണിയാകുമ്പോൾ വന്നാൽ മതി. 4 മണിക്കാണ് പോകേണ്ടത്. അത് കേട്ടതും 2 മണിക്ക്. എന്നാൽ ശരി മോളെ, അമ്മ വരാം. പിന്നെ അമ്മ നാളെ റെഡിയായി തന്നോ? ഞങ്ങൾ ചെമ്പകശ്ശേരിയിലേക്ക് വന്നേക്കാം. വേണ്ട, ഇങ്ങോട്ട് വരണ്ട. ഞാൻ ജംഗ്ഷനിൽ വന്ന് നിൽക്കാം. ഏത് ജംഗ്ഷനിൽ? സെൻട്രൽ ജയിലില്ലേ മോളെ? സെൻട്രൽ ജയിലിൻ്റെ അടുത്തുള്ള ജംഗ്ഷൻ. അമ്മയ്ക്ക് നാളെ അപ്പോയിൻമെൻറ്റ്. സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ആരെങ്കിലും കാണാനാണോ? അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടലോടുകൂടെ എങ്ങനെ ആലോചിക്കുക. എന്താമ്മ ഒന്നും മിണ്ടാത്തെ? ഞാനും വെറുതെ പറഞ്ഞത് മോളെ, അവിടെ വന്നാൽ മതി, ഞാൻ അവിടെ ഒന്ന് നിന്നോളാം. എന്നാൽ ശരി അമ്മേ, വെച്ചേക്കട്ടെ. മറക്കരുത് കേട്ടോ, മിസ് ചെയ്യരുത്. നാളെ വന്നോണം. ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട ഇങ്ങനൊരു പ്ലാൻ ചെയ്തിരിക്കുന്നേ. അമ്മയും മോനെ എനിക്ക് ഒന്നിപ്പിച്ചേ പറ്റൂ, കേട്ടല്ലോ? ശരി മോളെ, എന്നാൽ ഞാൻ വയ്ക്കട്ടെ അമ്മേ. ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ഗീതു. ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞതും വിജയലക്ഷ്മി ആലോചിക്കുകയാണ്. അതെ, സെൻട്രൽ ജയിലിൽ കിടക്കുന്നവരെ തന്നെയാണ് എനിക്ക് കാണേണ്ടത്. എൻ്റെ കഷ്ടതകൾ മനസ്സിലാക്കുന്ന ഒരാളെ ഉള്ളൂ. ആ ആളെ എനിക്ക് കണ്ടേ മതിയാവൂ. അനാർക്കലി എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഫോൺ എടുത്ത് വിളിക്കുക. ഹലോ, മാഡം. എന്താ മാഡം? പറഞ്ഞോളൂ മാഡം. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എല്ലാം റെഡിയാണ് മാഡം. നാളെ കാലത്തെ വന്ന മാഡത്തിന് ആളെ കാണാം. ഞാൻ എൻ്റെ സ്വന്തം റിസ്കിലാണ് മാഡത്തിനെ പുള്ളിയെ കാണിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല, ഞാൻ രാവിലെ തന്നെ വരാം. മാഡം ഇവിടെ വന്ന് സ്ഥിരമായിട്ട് കച്ചേരി നടത്തുന്ന ആളല്ലേ, അതുകൊണ്ട് മാഡത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഓർഡർ മേടിച്ചത്. എന്തായാലും എൻ്റെ സ്വന്തം റിസ്ക്കാണ്, മാഡം സൂക്ഷിക്കണേ എന്നൊക്കെ പറയണം. പേടിക്കണ്ട, ഞാൻ സൂക്ഷിച്ചോളാം.
എനിക്ക് അവരെ ഒന്ന് കണ്ടാൽ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്ക് വിജയലക്ഷ്മി ആലോചിക്കുക, അതെ അനാർക്കലി, അവളെ എനിക്ക് കണ്ടേ മതിയാവും, അനാർക്കലിയെ കാണണം എന്നും പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി നേരെ സെൻട്രൽ ജയിലിലെത്തി. അവിടെ എത്തിയതും പോലീസുകാരത്തിയോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരിക. മാഡത്തിൻ്റെ കാര്യം എനിക്ക് എല്ലാം അറിയാം. മാഡം നല്ലൊരു പാട്ടുകാരിയാണ്. ഞങ്ങൾക്ക് വേണ്ടി മാസത്തിലൊരിക്കൽ മാഡം ഇവിടെ വന്ന് കച്ചേരി നടത്താറുണ്ട്. ആ പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ ഒരുപാട് ആരാധകർ മാഡത്തിനുണ്ട്. അതുകൊണ്ടാണ് മാഡത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പം ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞത്. എന്തായാലും പുള്ളി ഭയങ്കര സാധന. കണ്ണൂർ ജയിലിലിരുന്നപ്പോൾ ഭയങ്കര റൗഡിയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇത്തിരി അടങ്ങിയിട്ടുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ആയിരുന്നു. അവളെ ഞാൻ അടക്കി ഓടിച്ച് നുറുക്കി ഒരു ലോക്കപ്പിലാക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ വാ മാഡം എന്നും പറഞ്ഞുകൊണ്ട് അനാർക്കലിയുടെ ലോക്കപ്പിന് മുന്നിലെത്തി. അവിടെ എത്തിയതും അവിടെ ഒരാളിങ്ങനെ എഴുന്നേറ്റിരിക്കുക. അപ്പോൾ അനാർക്കലി അങ്ങോട്ട് തിരിഞ്ഞു കിടക്കുക. അപ്പോഴേക്കും ഇത് പൂട്ടാൻ പോലും ഇതുണ്ടായിരുന്നില്ല. തുറന്നു കിടന്ന ലോക്കപ്പിലായിരുന്നു ഇവളെ ഇട്ടിരുന്നത്. പിന്നെ ഞാൻ സ്പെഷ്യൽ ഓർഡർ മേടിച്ച് ഇത് പൂട്ടിച്ചതാ. അത് കേട്ടതും അനാർക്കലി ദേഷ്യപ്പെട്ട് ഇങ്ങനെ കിടക്കുക. അപ്പോൾ ദേ നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എനിക്കാരെയും കാണണ്ട. ലോക പ്രശസ്ത പാട്ടുകാരി വിജയലക്ഷ്മി സുബ്രഹ്മണ്യമാണ് നിന്നെ കാണാൻ വന്നിരിക്കുന്നത്. വിജയലക്ഷ്മി സുബ്രഹ്മണ്യമല്ല, വിജയലക്ഷ്മി മാധവൻ എന്നും അനാർക്കലി പറയുക. അത് കേട്ടതും വിജയലക്ഷ്മി ഞെട്ടി. നീ ഒന്ന് എഴുന്നേക്ക്, നീ ഒന്ന് നോക്ക്, എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരുത്തിയെയും എനിക്ക് കാണണ്ട. എൻ്റെ മുന്നിൽ നിന്ന് ആരാണെങ്കിലും പൊയ്ക്കോ. എടി, നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? ഇതുപോലൊരു വിസിറ്റർ ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. നിന്നെ കാണണമെന്ന് പറഞ്ഞ് മേഡം ഇറങ്ങി വരുമ്പോൾ നീ എന്താ ഇത്രയ്ക്ക് അഹങ്കരിക്കുന്നേ? ഇത് അഹങ്കാരമല്ല, എൻ്റെ വാശിയും പകയും പ്രതികാരമാണെന്ന് കൂട്ടിക്കോ. എനിക്കാരെയും കാണണ്ട എന്നും അനാർക്കലി. അത് കേട്ടതും വിജയലക്ഷ്മി, അനാർക്കലി, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പ്രധാനമായിട്ടും പറയാനുണ്ടായിരുന്നു. അത് പറയാനാണ് ഞാൻ വന്നത്. നീ എന്നെ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് പറയാനുള്ളതൊക്കെ നീ കേൾക്കണം. എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? മര്യാദയ്ക്ക് പോകാൻ. അപ്പോൾ വിജയലക്ഷ്മി, അനാർക്കലി, എനിക്ക് പറയാനുള്ളതൊക്കെ ഒരു ലെറ്ററിൽ എഴുതി ഞാൻ വാർഡൻ്റെ കയ്യിൽ കൊടുത്തേക്കാം. നീ എന്തായാലും അത് വായിക്കണം. അത് വായിച്ചാൽ നിനക്ക് മനസ്സിലാവും എൻ്റെ നിരപരാധിത്വം എന്നും പറഞ്ഞ് വിജയലക്ഷ്മി. അപ്പോൾ വാർഡൻ, അടി നിന്നോട് എഴുന്നേക്കാനല്ലേ പറഞ്ഞത്? ഇല്ലെന്ന് പറഞ്ഞില്ലേ? മര്യാദയ്ക്ക് പോ. അങ്ങനെ വിജയലക്ഷ്മിയും വാർഡനും അങ്ങ് പോയി കഴിഞ്ഞതും, എന്തിനാ മാഡം ഇത്രയും ദേഷ്യം ഉണ്ടാവും. ദേഷ്യമുണ്ടായേ പറ്റൂ. എൻ്റെ ജീവിതം ഇങ്ങനെയാകാൻ കാരണക്കാരാണ് അവരൊക്കെ. അതുകൊണ്ട് എൻ്റെ ഈ ദേഷ്യം അത് ഇനി ഒരിക്കലും മാറില്ല എന്നും പറഞ്ഞ് അനാർക്കലിയെ കാണിക്കുകയാണ്. അങ്ങനെ അനാർക്കലി ദേഷ്യത്തോടെ തിരിഞ്ഞിരുന്ന് ആലോചിക്കുകയാണ് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ. അതിനുശേഷം തലയണയ്ക്കടിയിൽ നിന്നും ആ ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയിൽ മാധവൻ നായരും പിന്നെ വിജയലക്ഷ്മിയും അതിനപ്പുറത്ത് നമ്മുടെ ഈ അനാർക്കലി എന്ന് പറയുന്നവരും പിന്നെ അത് കഴിഞ്ഞ് രാധികയും നിൽക്കുന്നുണ്ടായിരുന്നു. അതെ, 3 പേരും ഒറ്റ ചങ്ങാതിമാരായിരുന്നു എന്ന് ആ ഫോട്ടോയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആ ഫോട്ടോയിൽ നോക്കി അന്ന് മാധവനെ ജയിലിൽ കൊണ്ടുപോയതും മാധവൻ ജയിലിൽ തൂങ്ങി മരിച്ചതും അത് കണ്ട് ഗോവിന്ദ് കണ്ണീരൊഴുക്കിയതും ഒക്കെ ആലോചിക്കുകയാണ് അനാർക്കലി. വിടില്ല ഞാൻ, ഒരുത്തനെയും വിടില്ല ഞാൻ. എൻ്റെ നെഞ്ചിലെ കനൽ എരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ എരിച്ചിൽ ഒരിക്കലും മാറില്ല. പുകഞ്ഞ് ഇല്ലാതാകും എന്നും അനാർക്കലി. അത് കണ്ടതും, മേഡം എന്തായി പറയുന്നേ? ഈ ഫോട്ടോയിലുള്ള മേഡം അല്ലേ ഇപ്പോൾ വന്നിട്ട് പോയത്? അതെ, ഈ ഫോട്ടോയിലുള്ളവർ തന്നെയാണ് ഇപ്പോൾ വന്നിട്ട് പോയത്. ഇനി ഓരോരുത്തരായിട്ട് വരും. ഈ ഫോട്ടോയിലുള്ളവരും ഇല്ലാത്തവരുമായിട്ട് പലരും എന്നെ കാണാൻ. കാരണം ഈ ജയിലിലുള്ള എൻ്റെ വാസം പൂർത്തിയായിരിക്കുന്നു. അതിനു വേണ്ടിയാണ് അവർ ഓരോരുത്തരായിട്ട് എന്നെ കാണാൻ വരുന്നത്. പക്ഷേ എനിക്കാരെയും കാണണ്ട. എനിക്ക് എല്ലാവരോടും പകയും പ്രതികാരവും മാത്രമേ ഉള്ളൂ. എന്തിനാ മേഡം ഇങ്ങനെ പകയും പ്രതികാരവും? ആരോടെ മേഡത്തിന് ഇത്രയും പക? അതൊക്കെ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എൻ്റെ മനസ്സിലെ കനൽ ഒരിക്കലും കെട്ടടങ്ങാത്ത എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ എരിച്ചിലൊക്കെ മാറണമെങ്കിൽ എൻ്റെ പ്രതികാരം കൂടും. അത് കേട്ടതും കൂടെ നിൽക്കുന്ന പെണ്ണ് പേടിച്ച് പറിച്ച് നിൽക്കും. അപ്പോഴേക്കും മാഡം വന്നു. ഇതാണ് മാഡം നിനക്ക് തരാൻ വേണ്ടി ഏൽപ്പിച്ചിട്ട് പോയ ലെറ്റർ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ? വായിക്കണം. നീ ഇത് വായിച്ചേ പറ്റൂ. വേണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. മര്യാദയ്ക്ക് വായിക്കടി എന്നും പറഞ്ഞ് നമ്മുടെ അനാർക്കലിയെ നിർബന്ധിക്കുക. അത് കേട്ടതും, എടി ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അടുത്തുള്ളവളെ വിളിച്ചിട്ട് ലെറ്റർ കൊടുക്കുക. അപ്പോൾ ലെറ്റർ കൊണ്ട് വിറച്ച് കൊടുക്കുമ്പോഴേക്കും അനാർക്കലി അത് മേടിച്ചു. അതിനുശേഷം വാർഡന് മുന്നിൽ വെച്ച് തന്നെ അത് വലിച്ചു കീറി ചുരുട്ടിക്കൂട്ടി ഒരൊറ്റയേറ്. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമോ? അതെ, എനിക്ക് അഹങ്കാരം തന്നെയാണ്. ഇത്രയും വർഷം ഈ ജയിലിൽ കിടന്ന് ഞാൻ അഹങ്കാരിയായി തന്നെ മാറിയിരിക്കുക.
എന്നും പറയണം. നിൻ്റെ ഈ അഹങ്കാരം ഞാൻ മാറ്റിത്തരാടി എന്നും പറഞ്ഞുകൊണ്ട് മാടൻ അങ്ങ് പോയി. മാടൻ പോയി കഴിയുന്നു. വർഷം ഇത്രയായില്ലേ മാഡം, ഇനിയും എന്തിനാ ഇങ്ങനെയൊക്കെ പ്രതികാരവും പകയുമായിട്ട് നടക്കുന്നേ? അത് കേട്ടതും പഴകും തോറും എല്ലാത്തിനും വീര്യം കൂടത്തല്ലേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് എൻ്റെ കാര്യം. പകയും പ്രതികാരവും പഴകിയപ്പോൾ അതിന് വീര്യം കൂടി. അതുകൊണ്ട് ഇനിയുള്ള എൻ്റെ ദിവസങ്ങൾ മുഴുവനും പ്രതികാരത്തിൻ്റെ നാളുകളായിരിക്കും. പ്രതികാരം ചെയ്യും ഞാൻ. ഈ ഫോട്ടോയിലുള്ളവരൊക്കെ എൻ്റെ ശത്രുക്കളാണ്, എൻ്റെ ശത്രുക്കൾ മാത്രം എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അനാർക്കലി. അനാർക്കലിയുടെ നിപ്പ് കണ്ട് പേടിച്ച് വിറച്ച് അടുത്തുള്ളവരും, അതെ, ജയിലിൽ എൻ്റെ താമസം പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്നും ഞാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് ഒരു വെടിക്കെട്ട് പൂരമായിരിക്കും. വെടിക്കെട്ട് പൂരം. ആ പൂരത്തിൽ പലരും പങ്കെടുക്കും, പലരും മരിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഇനി നടക്കും. ഓരോരുത്തരായിട്ട് മരണപ്പെട്ട് എൻ്റെ മുന്നിൽ വന്ന് വീഴും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ പേടിച്ച് പറിച്ച് അടുത്തുള്ള പെണ്ണ് ചോദിക്കുക, എന്തിനാ മാഡം ഇത്രയ്ക്ക് ദേഷ്യം? ദേഷ്യമല്ല, പക, പ്രതികാരം, വൈരാഗ്യം എല്ലാം കൂടെ ഉരുട്ടി മനസ്സിലിട്ട് വലിയൊരു കനലാക്കി അതിങ്ങനെ ഞാൻ എരിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു ഉഗ്രൻ എപ്പിസോഡിനായി കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.